ചുരൽമലയിലെ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് ആണ് പലയിടങ്ങളിലും ഇടിവുണ്ടായിരിക്കുന്നത്. പാലത്തിന്റെ തൂണുകൾക്ക് താഴെയുള്ള മണ്ണ് കുറെ ഭാഗം ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ മണ്ണിടുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പാലം വഴി മുണ്ടക്കൈയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, ആ മൺതിട്ട കുറേ ഭാഗം ഇടിഞ്ഞു പോയിട്ടുണ്ട്. അത് മണ്ണിട്ട് നികത്തുക വലിയ ഒരു ജോലിയുമാണ്. നിലവിൽ എങ്ങനെയാണ് ഈ പുഴയിലൂടെയുള്ള കുത്തൊഴുക്ക്? ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടോ? ആളുകൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളൊക്കെ അവിടെ തണുത്ത് ഈ ജോലികൾ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ചൂരൽമലയിൽ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയമായി. അതുകൊണ്ട് തന്നെ ഈ പുന്നപ്പുഴയിൽ ജലത്തിന്റെ ഒഴുക്കിന്റെ ശക്തിയും അതിന്റെ തീവ്രത അല്പം കുറഞ്ഞിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. രാവിലെയോടുകൂടിയാണ് ഈ പുന്നപ്പുഴ പാലത്തിന്, അതായത് ചൂരൽമലക്കും മുണ്ടക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ബെയിലി പാലത്തിന്റെ ഒരു തൂൺ മാത്രമാണ്. ഒരു ഇരു കരകളും പാലത്തിന് രണ്ട് അറ്റങ്ങളും ഇരു കരകളിലുമാണുള്ളത്. ഒരു തൂൺ നടുവിലുണ്ട്. ആ തൂണിന്റെ അടിയിലുള്ള ബേസ്മെന്റിലുള്ള മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടത്. അതായത് തൂണിന്റെ ബലക്ഷയം ഉണ്ടാകുന്നത് പാലത്തിന് തന്നെ സുരക്ഷയെ ബാധിക്കും. അത് ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒപ്പം തന്നെ അതിന്റെ സംരക്ഷണ ഭിത്തിയും, തൂണിനോടുള്ള സംരക്ഷണ ഭിത്തിയും 2-3 സ്ഥലത്ത് തകർന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ആ ഒലിച്ചുപോയ മണ്ണ് അവിടെ വീണ്ടും കൊണ്ട് ഇറക്കുകയാണ്. കല്ലും മണ്ണും കൊണ്ട് ആ ഒലിച്ചുപോയ മണ്ണ് അവിടെ ഭാഗത്ത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ സുരക്ഷാ ആശങ്ക പ്രശ്നം ആ തരത്തിൽ ഉണ്ടാവില്ല. അതിനകത്തിന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പരിഹരിക്കുമെന്നുള്ളൊരു വാഗ്ദാനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഈ ബെയിലി പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു എന്ന് മാത്രമല്ല, അവിടെ ആളുകൾ കടന്നു പോകുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ സുരക്ഷയ്ക്കൊപ്പം തന്നെ മഴ ശക്തമാകുന്നതുകൊണ്ട് തന്നെ പാലത്തിനപ്പുറത്തേക്ക് മുണ്ടക്കൈയിൽ ആളുകൾ പോകുന്നത് സുരക്ഷിതമല്ല എന്നുള്ളൊരു ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടെയാണ് ഇന്ന് രാവിലെ ഒരു പ്രതിഷേധത്തിനുകൂടി ഇവിടെ സാക്ഷ്യം വഹിച്ചു. അതായത് ചൂരൽമലയിൽ നിന്നും ഈ പടവെട്ടിക്കുന്നിലേക്കുള്ള ഈ സ്കൂൾ റോഡിൽ ഒരു റോഡ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മലവെള്ളപ്പാച്ചിൽ റോഡ് തകർന്നിരുന്നു. അത് പുനർനിർമ്മിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടയുകയുണ്ടായി. അതായത് പടവെട്ടിക്കുന്നിൽ ഈ പുതിയ സർക്കാരിൻ്റെ പുനരധിവാസ ലിസ്റ്റ് ഉൾപ്പെടാത്ത 27 പേരുണ്ട്. അതായത് സുരക്ഷിത കേന്ദ്രമാണെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തിയ ആളുകൾ അവിടെ താമസിക്കണം, അവിടെ കഴിയണം. അവരെ പുതുതായിട്ട് സർക്കാർ വീട് നിർമ്മിച്ച് നൽകില്ല എന്നാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അവർ ആണ് 27 കുടുംബങ്ങളുണ്ട്. തങ്ങളെ പുനരധിവാസ ലിസ്റ്റ് ഉൾപ്പെടുത്താതെ ഈ റോഡ് നിർമ്മിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം അവിടെ അങ്ങനെ നിന്നു. ആ പ്രവർത്തനം അവിടെ തൽക്കാലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വയനാട് ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കൂടുതൽ പോലീസിനെ പ്രദേശത്തേക്ക് വിന്യസിക്കും. ഈ മഴ ഒപ്പം തന്നെ പ്രതിഷേധവും ഒക്കെ കണക്കിലെടുത്താണ് നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ നടപടിയെടുത്ത് ഈ പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് പോലീസിൻ്റെയും സർക്കാരിൻ്റെ നീക്കമെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഈ വികസന പ്രവർത്തനങ്ങൾ പ്രദേശത്ത് തുടരേണ്ടതുണ്ട്. അതിന് തടസ്സം നിൽക്കുമ്പോൾ അത്തരം നടപടിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്നലെ പ്രതിഷേധം നടത്തിയ ഒരു 6 പേർക്കെതിരെ, ചൂരൽമല നിവാസികൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തു എന്ന വകുപ്പ് ചേർത്തുകൊണ്ട്. അതായത് ഷഹീദപ്പ 27 കുടുംബങ്ങൾ അല്ലേ, അവരുടെ താമസ സ്ഥലത്തേക്കുള്ള വഴി പണിയും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അല്ലേ? അത് വിഷയത്തിൽ ഇതിലൊരു പ്രശ്നമുള്ളത്, അതായത് 27 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. ആ വീടുകൾ അവിടെയുണ്ട്. പക്ഷേ അവിടെ ആരും, ഒരു കുടുംബം ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറി താമസിച്ച് പോയിരിക്കുകയാണ്. അതായത് അവർ പറയുന്നത് അവിടേക്കുള്ള റോഡ് നിർമ്മിക്കുന്നത് ഞങ്ങളെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാനുള്ളൊരു നീക്കം, അതായത് തങ്ങൾക്ക് പുനരധിവാസ ലിസ്റ്റിൽ ഇനി ഞങ്ങളെ പെടുത്താതെ ഇവിടെ തന്നെ താമസിപ്പിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് റോഡ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, അവിടെ ചില റിസോർട്ടുകളും ഒപ്പം തന്നെ വലിയ എസ്റ്റേറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് കൂടി സഹായകരമാകുന്ന രീതിയിലാണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് തുടങ്ങിയ ചില ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഓരോ മഴയുണ്ടാകുമ്പോഴും റോഡ് തകരുന്നു, അതിനുവേണ്ടി വലിയ തുക ചെലവഴിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം നടത്തുന്നു. അതിലൊക്കെ ചില പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും അവരെ സുരക്ഷിതമായി, 27 കുടുംബത്തെ സുരക്ഷിതമായി താമസിപ്പിക്കാനുള്ള പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വീടും നൽകണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇവിടെ മറ്റൊരു വികസനം അല്ലെങ്കിൽ റോഡ് നിർമ്മാണം ഒന്നും അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് അവർ ഉള്ളത്. അതേ തുടർന്നാണ് അവർ അത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. അത് തുടരുമെന്നാണ് അവർ പറയുന്നത്. സർക്കാർ ഭാഗത്തുനിന്നും ഇതുവരെ കൃത്യമായ ഒരു ഉറപ്പും 27 കുടുംബങ്ങളുടെ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ, ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ളവർ എടുത്തിരുന്നു. അവരും പറഞ്ഞു ഞങ്ങളൊക്കെ ഈ മീറ്റിങ്ങിലൊക്കെ ഈ കാര്യങ്ങൾ ഇവരുടെ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഈ മത്തായി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം നോ ഗോ സോൺ ഏരിയയും ഗോ സോൺ ഏരിയയും അദ്ദേഹം
കണക്കാക്കിയിട്ടുണ്ട്. അതിൽ ഗോസോൺ ഏരിയ, അതായത് ആവാസയോഗ്യമായ ഒരു ഏരിയയിലാണ് ഇവർ താമസിക്കുന്നതെന്നാണ്. പക്ഷേ അവർ പറയുന്നത് ഏത് നിമിഷവും ഈ മഴ ശക്തമാകും, ഈ മലവെള്ളപ്പാച്ചിലുണ്ടാകും. ഒപ്പം തന്നെ 2 കിലോമീറ്ററോളം ദൂരം ഒറ്റപ്പെട്ട് അവർ വീട്ടിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷാ ഭീഷണി, രാത്രിയിൽ സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വലിയ പുനരധിവാസ പദ്ധതി നടപ്പാക്കുമ്പോൾ എന്തിന് 27 കുടുംബങ്ങളെ മാറ്റി നിർത്തണം? ഒപ്പം തന്നെ കോടികൾ ചെലവഴിച്ച് പുതിയ റോഡ് നിർമ്മിക്കണം. പുതിയ റോഡ് നിർമ്മിക്കണമെങ്കിൽ അത്രയും വലിയ തുക ആവശ്യമുണ്ട്. ആ തുകയ്ക്ക് ഞങ്ങൾക്ക് പുനരധിവാസം നൽകാൻ കഴിയും, അത്രയും തുക വേണ്ട എന്നൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും സർക്കാർ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയതെന്ന് അതിന് വിശദീകരിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരമൊരു പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പോലീസ് ഈ പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്യാനാണ് നീക്കം. ഇപ്പോൾ പോലീസ് ബാരിക്കേഡുകളൊക്കെ ഇവിടെ ശക്തമാക്കിയിട്ടുണ്ട്. ആളുകൾ ഇങ്ങോട്ട് ഈ പ്രദേശത്തേക്ക് ചൂരൽമലയിലേക്ക് കടന്നു വരുന്നത് പൂർണ്ണമായി ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ മാത്രമേ ഇങ്ങോട്ട് കടത്തി. ഒരു പ്രത്യേക സാഹചര്യമാണ് ചുരൽമലയിലുള്ളത്. അവിടെ ഇപ്പോൾ ബെയിലി പാലത്തിന്റെ മണൽത്തിട്ട ഇടിഞ്ഞുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു. മറ്റൊന്നാണ് ഈ 27 കുടുംബങ്ങൾ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്താണ് അവർ താമസിക്കുന്നത്. അവരുടെ അങ്ങോട്ടേക്കുള്ള 2 കിലോമീറ്ററോളം വരുന്ന റോഡ് പൂർണ്ണമായി തകർന്നിരുന്നു അന്നത്തെ ദുരന്ത സമയത്ത്. അത് വീണ്ടും നിർമ്മിക്കാനുള്ള ശ്രമങ്ങളെയാണ് ഇപ്പോൾ അവർ തടഞ്ഞത്. അത് നിർമ്മിച്ചാൽ വീണ്ടും അവരെ അവിടെ താമസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നാണ് അവർ ആരോപിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണ് ഈ 27 കുടുംബങ്ങളുടെ കാര്യത്തിൽ? അത് റോഡ് നിർമ്മാണവുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ അധികൃതർ, പ്രാദേശിക അധികൃതർ വ്യക്തമാക്കുന്നത് വികസന പദ്ധതികളുമായി മുന്നോട്ട് പോയേ മതിയാകൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലത്തെ പ്രതിഷേധത്തിൽ 6 പേർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തത്. ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.